നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒത്തിരിയധികം ആളുകൾ ജോലി നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ISRO എന്നുള്ളത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ISROയുടെ കീഴിൽ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം ലഭ്യമാക്കിയിരിക്കുന്നു. 3 റിക്രൂട്ട്മെന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് ഒരു ബേസിക്കലി ഒരു ഡ്രൈവർ, കുക്ക് മുതൽ സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ് വരെയുള്ള അവസരങ്ങൾ. അതായത് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മുതൽ MTech, MSCക്കാർക്ക് വരെയുള്ള അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 1,77,500 രൂപ വരെ പേ സ്കെയിലുള്ള അവസരങ്ങൾ ലഭ്യമാണ്. അപ്പം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ISROയിൽ ലഭ്യമായിരിക്കുന്നു. 3 റിക്രൂട്ട്മെന്റുകൾ, അതാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെയുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ തരാം. അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ISROയിലെ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഈ ഓൺലൈൻ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഒത്തിരിയധികം ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്ത് ഓൺലൈനിലൂടെ ഡിഗ്രി വാലിഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓർക്കുക, ഏതാണ്ട് 2021 മുതൽ സെലക്ട് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ ഡിഗ്രികൾ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്നതിന് തുല്യമായിട്ട് UGC അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതായി. അങ്ങനെയുള്ള ഡിഗ്രിയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തെ അഡ്മിഷൻ ഏതാണ്ട് ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിനൊക്കെ അഡ്മിഷൻ എടുത്താൽ ഇങ്ങനെയുള്ള ഡിഗ്രികൾ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കാണുന്നത് പോലെ BBA, BCom, BCA, BA പോലെയുള്ള ഡിഗ്രികൾ, അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് PG, MBA, MCA, MCom, MA പോലെയുള്ള ഡിഗ്രികളൊക്കെ സെലക്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓൺലൈനിൽ പഠിക്കാം. ഫീസ് താരതമ്യം കുറവാണ്. ഒരു 10-20,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒരു ഇയറിൽ ഫീസ് നൽകി പഠിക്കുവാനായിട്ട് കഴിയും. ഇന്ന് മാത്രമല്ല, ക്ലാസ്സുകളൊക്കെ കൂടുതലും ഓൺലൈനിലാണ്. അത് വീക്കെൻഡ്സ് ആയതുകൊണ്ട് തന്നെ മറ്റ് ജോലിയിലൊക്കെ ഏർപ്പെട്ടവർക്കൊക്കെ ഇത് പഠിക്കുവാനായിട്ട് കഴിയും. വീട്ടമ്മമാർക്കൊക്കെ പഠിക്കുവാനായിട്ട് കഴിയും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, അഡ്മിഷൻ എടുക്കാം. ക്ലാസ്സുകൾ ഓൺലൈനിലൂടെ വീക്കെൻഡ്സിൽ അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഇനി ക്ലാസ് മിസ്സായാൽ പോലും വീഡിയോ ക്ലാസ്സുകളൊക്കെ ലഭ്യമാകും. അറ്റൻഡൻസ് ഒന്നും വലിയ പ്രശ്നമില്ല. പരീക്ഷകളൊക്കെ താരതമ്യേന എളുപ്പമായി. ഇങ്ങനെയുള്ള ഓൺലൈൻ ഡിഗ്രികളെ പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ അപേക്ഷിക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്സ് ഈ വർഷത്തെ അഡ്മിഷനൊക്കെ തീരുന്ന സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ ഡിഗ്രികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന നമ്പേഴ്സ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട്. ഇത് ISROയിലെ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 20ാം തീയതി സെപ്റ്റംബറിൽ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. ഇത് VSSC 337 എന്നുള്ള ഈ ഒരു നമ്പർ നോട്ട് ചെയ്യുക. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ISROയുടെ കീഴിൽ തിരുവനന്തപുരമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 23ാം തീയതി സെപ്റ്റംബർ മുതൽ 7ാം തീയതി ഒക്ടോബർ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ്. ആരെയായിരിക്കും ഇവിടെ റിക്രൂട്ട് ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ ഒരു റിക്രൂട്ട്മെന്റ് ആണിത്. 1,51,000 രൂപ വരെ ശമ്പള സ്കെയിലുള്ള അവസരങ്ങളായിരിക്കും. അപ്പോൾ ആർക്കായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? MSc കമ്പ്യൂട്ടർ സയൻസ് ITO കഴിഞ്ഞവർ, അല്ലെ MCA കഴിഞ്ഞവർ, മിനിമം 50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. അതല്ലേ ME, MTech കമ്പ്യൂട്ടർ സയൻസിലോ ITയിലോ 50% മാർക്കോടെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഓർക്കുക, അതിനോടൊപ്പം BEd ഡിഗ്രി അല്ലെങ്കിൽ 3 ഇയർ ഇൻ്റഗ്രേറ്റഡ് BEd MD, അതല്ലെങ്കിൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് 50% മാർക്ക് ഫ്രം NCTE ഒക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം MSc, MCA അല്ലെ ME, MTech ഒക്കെ വിത്ത് BEd അല്ലെങ്കിൽ തതുല്യമായ ഡിഗ്രി ഉള്ളവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ടീച്ചിങ് അവസരമാണ്, അക്കാഡമിക് ഡ്യൂട്ടീസ് ആണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് മിക്കവാറും തിരുവനന്തപുരത്തായിരിക്കും ഈ ഒരു വേക്കൻസി എന്നുള്ള കാര്യം ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? VSSCയുടെ സൈറ്റിൽ പോയിട്ട് 23ാം തീയതി സെപ്റ്റംബർ മുതൽ 7ാം തീയതി ഒക്ടോബർ വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. 40 വയസ്സ് വരെ ആയിരിക്കും ഏജ് ലിമിറ്റ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓർക്കുക, ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും.
അത് നിങ്ങൾ 750 രൂപ പേ ചെയ്യണം. എന്നാൽ നിങ്ങൾ പരീക്ഷ എഴുതുന്ന പക്ഷം അതിൽ കുറെ പണം തിരികെ നൽകും. അപ്പോൾ 250 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ വരിക. ഇനി ഫീമെയിൽ, SC ST എക്സ് സർവീസ്മാന്, PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് 500 രൂപ റീഫണ്ട് ചെയ്യും. അപ്പോൾ 250 രൂപയായിരിക്കും മെയിൽ കാൻഡിഡേറ്റ്സും ജനറൽ കാറ്റഗറിയിലൊക്കെ ഫീസ് വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷന്? റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ആയിരിക്കും ലൊക്കേഷൻ ഉണ്ടാവുക. അതിൻ്റെ പേ അലവൻസുകളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെയുള്ള ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. സെലക്ഷൻ പ്രോസസ്, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു സ്കിൽ ടെസ്റ്റും കൂടി കാണും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ടെസ്റ്റ്, എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്നായിരിക്കും എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ സൂചിപ്പിച്ചത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വേക്കൻസിയിൽ ഉള്ള ഹയറിംഗ് ആണ്. MSc, MCA, ME, MTech കാർക്ക് അപേക്ഷിക്കാവുന്ന, BEdോ അല്ലെങ്കിൽ സിമിലർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് 7 ഒക്ടോബർ. ഇനി നമുക്ക് VSSCയിലെ തന്നെ മറ്റ് ചില റിക്രൂട്ട്മെന്റുകൾ കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇത് രണ്ടാമത്തെ അവസരമാണ്. ഈ ഒരു അവസരത്തിൽ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു മുൻപത്തെ ഒരു റിക്രൂട്ട്മെന്റിനോടൊപ്പം കുറേ കൂടെ വേക്കൻസി ആഡ് ചെയ്ത് അനൗൺസ് ചെയ്തിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. VSSCയുടെ 332 എന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അത് 3-ാം മാസം, അതായത് മാർച്ച് 29-ാം തീയതി 2025 വന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. എന്നാൽ അതിനോടൊപ്പം കുറേയും കൂടെ വേക്കൻസി ഇപ്പം ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും? ഇതാ നോക്കുക, 22 വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഒരു തസ്തികയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുക്കായിട്ട് ഒരു വേക്കൻസി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പുതിയ വേക്കൻസികളാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ട് മുൻപ് ഏതാണ്ട് 5 വേക്കൻസി ആയിരുന്നു. ഇപ്പം 22 കൂടി ആഡ് ചെയ്ത് 27 വേക്കൻസി ലഭ്യമാണ്. ഏതാണ്ട് 63,200 വരെ പേ സ്കെയിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഈ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്നത്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതുകൂടാതെ ഈ LVD ലൈസൻസിനോടൊപ്പം ഗവൺമെന്റ് പറയുന്ന ചില എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് പിന്നാലെ ഒരു 3 മാസത്തെ സമയം കിട്ടും. അപ്പോൾ ബേസിക്കലി ഒരു ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 10ാം ക്ലാസ്സുകാർ ഇതിന് അപേക്ഷിക്കാം. 27 വേക്കൻസി ആയിരിക്കും ടോട്ടൽ ഉള്ളത്. അതിൽ 3 റിസർവ്ഡ് ആണ്. ബാക്കി അൺറിസർവ്ഡ് 14, OBC 7, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാറ്റഗറി. ഇനി കുക്കായിട്ട് നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ ഒന്നുകൂടെ 2 വേക്കൻസികളാണുള്ളത്. അത് രണ്ടും അൺറിസർവ്ഡ് ആയിരിക്കും. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ 5 ഇയർ എക്സ്പീരിയൻസ് കുക്കായിട്ട് എന്തെങ്കിലും ഹോട്ടലിലോ ക്യാൻറ്റീനിലോ ഉള്ളവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്പോൾ 10ാം ക്ലാസ് മതി. ഒരെണ്ണത്തിന് 10ാം ക്ലാസ് പ്ലസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. മറ്റേതിന് 10ാം ക്ലാസ് കൊണ്ട് 5 ഇയർ കുക്ക് എക്സ്പീരിയൻസ് വേണം. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 24/9 സെപ്റ്റംബർ 24-ാം തീയതി മുതൽ ഒക്ടോബർ 8-ാം തീയതി വരെ ആയിരിക്കും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ, ഇതിന് മാത്രമല്ല എല്ലാ റിക്രൂട്ട്മെന്റിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് 3ാമത്തെ അവസരം കൂടി ISROയിൽ ലഭ്യമായിരിക്കുന്നതെന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് ISROയിൽ ലഭ്യമായിരിക്കുന്ന 3ാമത്തെ അവസരം, പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ് ഇങ്ങനെയുള്ള തസ്തികയിലേക്ക് ഏതാണ്ട് വളരെ മികച്ച 1,77,500 വരെ പേ സ്കെയിലൊക്കെയുള്ള ഈ അവസരങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. അത് നോക്കുക. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ISROയുടെ കീഴിൽ തിരുവനന്തപുരം VSSC അനൗൺസ് ചെയ്തിരിക്കുന്ന 3ാമത്തെ റിക്രൂട്ട്മെന്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ നോട്ട് ചെയ്യുക. 336 എന്നുള്ളതാണ്. 20-ാം തീയതി സെപ്റ്റംബറാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 22-ാം തീയതി സെപ്റ്റംബർ മുതൽ 6-ാം തീയതി ഒക്ടോബർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പോൾ നമുക്ക് ആ വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കും. സയന്റിസ്റ്റ്, എഞ്ചിനീയർ ഈ തസ്തികകളൊക്കെയാണ് റിക്രൂട്ട്മെന്റ്. 1,77,50,000 വരെ പേ സ്കെയിലുള്ള അവസരങ്ങളാണ്. അത് വിവിധ അവസരങ്ങളുണ്ട്. 1554 VSSCയിലേക്ക് ME MTech, അത് അപ്ലൈഡ് മെക്കാനിക്സ്, മെഷീൻ ഡിസൈന് വിത്ത് BTech ഇൻ മെക്കാനിക്കൽ ഓർ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതായത് ME MTech
ഈ മേഖലകളിൽ കഴിഞ്ഞവർക്ക് ബിടെക് മെക്കാനിക്കൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇനി ഇത് 1555 ആണെങ്കിൽ VSSC തന്നെ ME MTech മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബിടെക്കും അങ്ങനെയുള്ള മേഖലയിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1556 ME MTech അത് ടെർമിനൽ ആൻഡ് ഫ്ലൂയിഡ് എഞ്ചിനീയറിംഗ് അല്ലെ ടെർമിനൽ എനർജിയിലോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ MTech ബിടെക്കും ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1557 ME MTech കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെ കൺട്രോൾ ഗൈഡൻസ് ആൻഡ് നാവിഗേഷൻ അങ്ങനെയൊക്കെയുള്ള ME MTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 58 ആകുമ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെ കെമിക്കൽ ടെക്നോളജി റിലേറ്റഡ് ഏരിയകളിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാം. 59 നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് ME MTech മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അങ്ങനെ 60 ആണെങ്കിൽ ME MTech ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളാണ് ഈ മൂന്നാമത്തെ റിക്രൂട്ട്മെന്റിൽ ലഭ്യമാവുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിനിമം 60% മാർക്ക് വേണം. അങ്ങനത്തെ കാര്യങ്ങൾ CGP ആണെങ്കിൽ 6.5 ഒക്കെ വേണം. അങ്ങനത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. ഡേറ്റ്സ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 6 വരെ ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇവിടെയും ആദ്യം നിങ്ങളൊരു 750 രൂപ ആപ്ലിക്കേഷൻ ഫീ നൽകണം. ജനറൽ കാറ്റഗറിയിൽ 500 രൂപ റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇൻ ഇഫക്റ്റ് 250 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ്മാൻ PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസ് മുഴുവനായിട്ട് റീഫണ്ട് ചെയ്യും. നിങ്ങൾ ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നു എന്ന് ഉറപ്പ് വരുത്താൻ. പരീക്ഷ എഴുതി കഴിഞ്ഞാലായിരിക്കും ഈ ഫീസ് റീഫണ്ട് ചെയ്യുക. പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഇത് റീഫണ്ട് ചെയ്യരുത്. അതായത് അപേക്ഷിച്ച് മുങ്ങാണ്ടിരിക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഫീസൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ബാക്കി പേ അലവൻസ് കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കേരളത്തിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ സെന്റേഴ്സ് ഉണ്ട്. ബാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷന്, ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നായിരിക്കും, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പം മൂന്നാമത്തെ അവസരം ISROയിൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഈ ഒരു തസ്തികയിലേക്ക് ഒക്ടോബർ 6 വരെ ME MTechകാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ISRO അല്ലെ VSSCയിലെ 3 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നതിലേക്കും ഇത് താല്പര്യമുണ്ടെങ്കിൽ അതാത് നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ 3 റിക്രൂട്ട്മെന്റുകളുടെയും നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടുകഴിയുക. നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ പരിശോധിക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നടന്നുണ്ട്. മറക്കട്ടെ.